കീം 2025 പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ കാൻഡിഡേറ്റ് ക്യാൻ സബ്മിറ്റ് ഫ്രഷ് ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് 2025. അതായത് നിങ്ങൾക്ക് ഇനി പുതുതായിട്ട് നിങ്ങൾ കീം എൻജിനീയറിങ്ങും ഫാർമസിയും എക്സാം എഴുതി നിങ്ങൾ നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളോട് കൊടുക്കാൻ മറന്നുപോയി. കേരളത്തിൽ ഗവൺമെൻറ് സീറ്റിൽ കിട്ടാൻ നിങ്ങൾ കൊടുക്കാൻ മറന്നുപോയി. എന്നാൽ നിങ്ങൾക്ക് കീമിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. മെഡിക്കൽ അലൈഡ് കോഴ്സ് അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിന് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അതായത് അതുപോലെ നിങ്ങളുടെ റിസർവേഷൻ കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും NRI കോട്ടയുണ്ട്, അല്ലെങ്കിൽ PWD അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അത് നിങ്ങളോട് കൊടുക്കാൻ മറന്നുപോയി സമയത്തിന്. അപ്പം നിങ്ങൾക്ക് പുതുതായിട്ട് ഇപ്പോൾ അത് കൊടുക്കാനുള്ളൊരു ചാൻസ് കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചറിന് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ടൊരു അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി കീമിൽ രജിസ്റ്റർ ചെയ്താണ്. അതായത് നിങ്ങൾ എൻജിനീയറിങ്ങോ ഫാർമസിയോ രജിസ്റ്റർ ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സിന് പോകാൻ താല്പര്യമുണ്ട്. അതായത് നിങ്ങൾ നീറ്റ് എഴുതി, നീറ്റ് 2025 ക്വാളിഫൈ ആയവർക്ക് മാത്രമേ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ കൊടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, നാറ്റ് എക്സാം ക്വാളിഫൈ ആയവർക്ക് മാത്രമേ ആർക്കിടെക്ചറിന് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ആൻഡ് അതുപോലെ ആർക്കിടെക്ചറും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് റിസർവേഷൻ, നിങ്ങൾ NRI കാറ്റഗറി, മൈനോറിറ്റി അതുപോലെ കാറ്റഗറി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ അന്ന് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇതൊക്കെ ഈ പറയുന്ന ഡേറ്റിൻ്റെ മുന്നായിട്ട് കൊടുക്കുക. കാരണം ഇനി മിസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട ടൈം, അതായത് ഫ്രഷ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ടൈം എന്ന് പറയുന്നത് 23/6/2025 12 PM ആണ്. അതായത് ജൂൺ 23 ഉച്ചയ്ക്ക് 12 മണിക്ക് മുന്നായിട്ട് നിങ്ങൾ ഫ്രഷ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.c.kerala.gov.in എന്ന വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതുവരെ അതായത് നിങ്ങൾക്ക് കേരളത്തിലെ കോളേജുകളിലെ മെഡിക്കലിനും അതുപോലെ ആർക്കിടെക്ചറിനും പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ കീം തന്നിട്ടുണ്ട്. സോ ഡൂ ഇറ്റ് ഫാസ്റ്റ്, മറന്നു പോകാണ്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്ക് എൻജിനീയറിങ്ങിനാണ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എൻജിനീയറിങ്ങിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. എൻജിനീയറിംഗ് ഫാർമസി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി ക്ലെയിം ചെയ്യാൻ താല്പര്യം ഉണ്ട്, ഇതുവരെ കൊടുത്തിട്ടില്ല, മറന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഈ 23/12 PM മുന്നായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്